So hello to what's up guys, welcome back to SKNSP Vlogs. Bangalore days, day number 2. By the way, ഇത് നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ 24-ാം തീയതി നമ്മൾ വന്ന് 25-ാം തീയതി ഇവിടെ എത്തി. ആ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ട് എനിക്കിത് കാണണം. മിക്കവാറും അതൊക്കെ ഒന്നൊക്കെ ഇറങ്ങി മിക്കവാറും ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഗൈസ്. ഇപ്പം ഈ സംഭവം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. നമ്മൾ ഇവിടെ 4 ദിവസമാണ് നിന്നത്. ഇന്നും കൂടെ കൂട്ടി 5. ഈ ബാക്കി 4 ദിവസവും പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഒരു മാളിൽ മാത്രം പോയി. അതിൻ്റെ അകത്താണെങ്കിൽ വീഡിയോ എടുക്കാൻ അലോഡല്ല. പിന്നെന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ അലോഡല്ല. മിക്ക കടയിലും നമ്മൾ ഞാൻ കുറേ ലെഗോൻ്റെ കണ്ട് F1 ഡ്രൈവേഴ്സിൻ്റെ F1 കാറ് അവരെ ലെഗോ വെച്ചുണ്ടാക്കിയത്, അവഞ്ചേഴ്സ് ടവർ, അങ്ങനെ ഇഷ്ടം പോലെ സാധനം. പിന്നെ പ്യൂമേര്, പിന്നെ ഡെക്കാത്തണിൽ കയറി. പിന്നെ ഡെക്കാത്തണിൽ കയറിയപ്പോൾ ഏതൊരു അമേരിക്കാരനൊക്കെ ഉണ്ട്, മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഫീസ്റ്റബിൾസും ഉണ്ട്. അതിൻ്റെ ഫോട്ടോ ഇപ്പം ഞാൻ ക്യൂ ചെയ്ത് തരാം. ഇത് കണ്ട, ഇതോടെ ഫീസ്റ്റബിൾസ് അത് കണ്ട്, പ്രൈം കണ്ട്. പക്ഷെ ഞാൻ ടോക്കീസ് മാത്രമേ കണ്ടില്ല ഗൈസ്. ഞാൻ മൊത്തം അരിച്ച് പറക്കി. ടോക്കീസ് അല്ല. പിന്നെ അവിടെ നിന്ന് ഫ്രൂട്ടി മഞ്ചിറങ്ങി. മതിയില്ല പിന്നെ കണ്ടിട്ടൊക്കെ ഒന്നും. ബ്ലാക്ക്ബെറി എല്ലാം അവിടെ ഉണ്ട്. പിന്നെ അവിടെ സെഫോറ കയറി ഗൈസ്. പക്ഷേ അവിടെ നിങ്ങൾക്കറിയാമോ, കാണുന്ന ഒരാൾക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും. സെയിലിഷ് മാറ്റർ, ഇത് ജോർഡൻ മാറ്റർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് യൂട്യൂബറുണ്ട്. ഇത് അച്ഛനും മോളും ഫാമിലിയിലും നടത്തുന്നുണ്ട്. അവർക്കൊരു ടീംസൊക്കെ ഇട്ട് അവർ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ഇറക്കി. സിൻസിയർലി യൂസ് എന്നാണ് എൻ്റെ പേര്. ആ സംഭവം അവിടെ വന്നോ ഇല്ല, ചുമ്മാ എന്തായാലും വാങ്ങൂല, ചുമ്മാ അമേരിക്ക എന്നൊരു സാധനം ഇങ്ങനെ കാണാമല്ലോ എന്ന് വെച്ചത്. അപ്പോൾ അതവിടെ വന്നിട്ടില്ല. പിന്നെ അതിനെ വിട്ട് മൊത്തം കറങ്ങി തിരിഞ്ഞ് കിടന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചും റൂമിൽ വന്നു. അടുത്ത 3 ദിവസം, ഒരു ദിവസമല്ലേ, അടുത്ത 2 ദിവസം, രണ്ടാമത്തെ ദിവസം എന്നെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി. ഇവിടുത്തെ നമ്മളെ ന്യൂട്രീഷൻ്റെ ഒരു മീറ്റിങ്ങിനായിട്ടാണ് നമ്മൾ വന്നത്. ഒരു ഇവൻറ്റ്, മറ്റേ അമേരിക്കയിൽ മറ്റേ ഇവരെയൊക്കെ വേടൻ്റെയൊക്കെ കൺസെർട്ട് പോലെ ഇവിടെ ഒരു വലിയ ഇവൻ്റ് ഉണ്ട്. അതിനാണ് നമ്മൾ വന്നത്. അതാണ് മെയിൻ സംഭവം. ഇപ്പോൾ അങ്ങോട്ട് ഞാൻ പോയി. അവിടെ കിഡ്സ് എല്ലാം ഇവിടെ ഇല്ല. പിന്നെ അവിടെ ആയിട്ട് ജെയിംസ് ബോണ്ട് സിനിമയിൽ കൂടെ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഓടിച്ച് ചാടി 3-4 സെക്യൂരിറ്റി പേര് തൂക്കി എടുത്ത് കിണ്ടിക്കളഞ്ഞ് വേറെ അവിടെ കൂടെ ഒളിച്ചൊക്കെ എന്നെ കൊണ്ടുപോയത്. ലാസ്റ്റ് ആയപ്പോൾ ഒരു കിണ്ടിക്കളഞ്ഞ് പിന്നെ നമ്മൾ ഒളിച്ചൊക്കെ ഇരുന്നിട്ടാണ് ലാസ്റ്റ് പോയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. 2ാമത്തെ ദിവസം ഇവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് ഇരുന്നപ്പം ഞാൻ ഇവിടെ നിൽക്കാൻ നമ്മളെ സാറിൻ്റെ അമ്മ, അവർ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അത് അവിടെ 18 വയസ്സിന് താഴെയുള്ള ആരും കയറ്റില്ല. അപ്പോൾ നമ്മളെ അതിൻ്റെ അകത്തോട്ട് കയറ്റിയില്ല. നമ്മളിതിൻ്റെ ഒളിച്ച് ചാടിപ്പോയ വഴി ഒന്നും അവിടെ ഒരു സെക്യൂരിറ്റിയുടെ പട, അങ്ങോട്ട് ആരെയും വിടുന്നില്ല. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. പിന്നെ അവിടെ കുറേ നേരം തെരാപ്പാരാടന്ന് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ റൂമിലെത്തി. പിന്നെ ഇവിടെ കുറേ നേരം TV ഒക്കെ കണ്ടിരുന്ന് ഒരു 5-6 മണിയൊക്കെ ആയപ്പോൾ അവർ വന്നു. പിന്നെ അവരിവിടെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ നമ്മൾ കുറച്ച് നേരം രാത്രി നടക്കാൻ പോയി ഗൈസ്. നടക്കാൻ പോയപ്പോൾ ഒരു കട ഗൈസ്. അവിടെ നിന്നാണ് ഈ ടീഷർട്ട് അല്ല ഈ ഹുഡി വാങ്ങിച്ച ഗൈസ്. കൊള്ളാമോ ഇല്ല നിങ്ങൾ തന്നെ പറയുന്നില്ലേ? കൊള്ളാമോ ഗൈസ്? മറ്റേ സാധനമായിട്ട് ഇങ്ങനെ ഇരിക്കാം. കൊള്ളാമോ ഗൈസ്? എനിക്ക് ഹുഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലൂസ് ടൈപ്പാണ് ഹുഡി. ഇങ്ങനെ പക്രാസ് എന്ന് പറഞ്ഞ് ഊക്കിൻ വരേണ്ട ഹുഡി ഇങ്ങനെയാണ്. മിക്കവർക്കും അറിയായിരിക്കും.
അപ്പോൾ ലാസ്റ്റ് ദിവസം ഞങ്ങൾ മിക്കവാറും എന്നെ ഇപ്പം പള്ളുവിളിക്കിയിരിക്കും. ഫസ്റ്റ് ഇത് വേറെ ഒന്നും നടന്നില്ല, ജസ്റ്റ് ഒരു മാളിൽ മാത്രം പോയി. പിന്നെ നമുക്ക് റൂമിലിരുന്ന് ആ ബാംഗ്ലൂർ ഇവൻറ്റിന് പോയി. ഇത്രയൊക്കെ ഇവിടെ നടന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. മാളിനകത്ത് എനിക്ക് എടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഇൻട്രോ വെച്ചിട്ടുണ്ട് ഞാൻ, പക്ഷേ എൻ്റെ അകത്തുനിന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അതിൻ്റെ പുറകെ അങ്ങ് പോയി. എന്തായാലും ഡേ 2 ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ. ഇത് നിങ്ങൾ വീഡിയോയുടെ ഡേ 2, നമ്മുടെ ഡേ 5 ആണെന്ന് തോന്നുന്നു. 5 അല്ലേ ആണോ തോന്നണേ, കാരണം ഇവിടെ ഹായ് അച്ഛാ. ഹായ് പറയും. ഹായ് കയറുക. നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് ഗൈസ്. ഇത് ചേച്ചിയുടെ ബാഗ്, എൻ്റെ ബാഗ്, ഇത് നമ്മളെല്ലാവരെയും ബാഗ്, അതും ചെരുപ്പിൻ്റെ ബാഗ്, പിന്നെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ബാഗ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഇന്ന് ഇവിടുന്ന് വിട പറയാണ് ഗൈസ്. ഇപ്പം ഇറങ്ങുമ്പോൾ കാണാം ഗൈസ്. പിന്നെ ഒരു മിനിറ്റ്, നിങ്ങൾ കണ്ണാപ്പി എന്ന് മാത്രം പറഞ്ഞാളില്ല. ഒരു മിനിറ്റ്, ഇതെങ്ങനെയുണ്ട് ഗൈസ്? കണ്ണാടി ഓവറാവോ ഇല്ലെന്ന് പിടികിട്ടണില്ല. കൊള്ളാമല്ലേ? അപ്പം നമ്മൾ ഇറങ്ങട്ടെ ഗൈസ്. ബൈ. അയ്യോ ബൈ ആയില്ല, ബൈ. ഹലോ ഗൈസ്, നമ്മൾ ഇറങ്ങട്ടെ ഗൈസ്. ഹായ് ഹായ് സാർ, ഹായ് ചാച്ചി, ഹായ്. നമ്മൾ ഇറങ്ങാണ് ഗൈസ്. സാധനങ്ങളെല്ലാം എടുത്തെല്ലാവരും വെളിയിറങ്ങി. കൊണ്ട് പോ ഏട്ടാ. ഊബർ ബുക്ക് ചെയ്താ എടാ? വണ്ടി വരട്ടെ, വണ്ടി കയറട്ടെ കാണാം. ഹലോ ഗൈസ്, നമ്മൾ സ്റ്റേഷനിലെത്തി. സാധനം കുലുങ്ങിയിരിക്കുന്നു. ഇതാണ് ആ കുലുങ്ങിക്കുന്ന സാധനം. ഹായ് ഹായ്. വണ്ടി കയറാൻ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. വണ്ടിക്കകത്ത് ഞെരിക്കൂടി ഇങ്ങനെ കണിരുന്നത് അല്ല, ലൂസ്. അതെ, ഇതിന് അല്പം ലൂസായതുകൊണ്ടാണ് നമ്മൾ ലൂസ് വിളിക്കുന്നത്. അല്ല ലൂസ് ഗുഡ്. അപ്പം ഇത് നമ്മൾ ഫുഡേക്ക് പോകുമ്പോൾ കാണാം. ഹലോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരമായി. ഇപ്പം സമയം 3:30 ഷോപ്പിങ്ങിനൊക്കെ നിൽക്കുകയാണ്. എനിക്കൊരു ഷൂ വാങ്ങിച്ച്, പിന്നെ മോതിരം വാങ്ങിച്ചു. ഇവർ വേറെ കുറേ ഇതൊക്കെ നിൽക്കുകയാണ്. ഇതിന് ഫുഡ് വാങ്ങണം, രാത്രിയിലേക്ക് ഫുഡ് വാങ്ങണം. അതിൻ്റെയൊക്കെ ടെൻഷനിൽ അച്ഛൻ നിൽക്കുകയാണ്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിരി കാണാം. ബൈ. ജസ്റ്റ് ഗ്ലിംസുകളാണ്. അച്ഛൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഗൈസ്. ബായ്. ഹലോ ഗൈസ്, നമ്മൾ ഇറങ്ങാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സ്റ്റേഷനിൽ വന്ന് രാത്രിക്കുള്ള ഫുഡ് വാങ്ങിച്ച് തണുത്തോളാണോ? അയ്യോ കോപ്പി ബൈ. ഹലോ ഗൈസ്, നമ്മൾ വണ്ടി എടുത്ത് അതേ പൊക്കൊണ്ടിരിക്കുകയാണ്. വാഴായ വാഴை വാഴവേ താഴമുള്ളീട് പോയില്ല. അയ്യ വല്ലേച്ച മൊത്തം അഴുക്ക് ഗൈസ്. ഇവിടെ ഡെർട്ടി നല്ലവരുണ്ട്. ഇന്നലെ കൂടെ ഒരു ഫുള്ള് എപ്പോഴും വലിച്ച് തീവണ്ടി. പിന്നെ പൊക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണോ എന്തോ. ഗൈസ് 40. ഇനി മേജർ ഇവൻസിലെ പറഞ്ഞെങ്കിൽ കാണാം. പോയി.
കണ്ടിരുന്നു. പിന്നെ കുറേ നേരം മുകളിലിരുന്ന് ഹൃദയപൂർവ്വം കൂലി കണ്ടു തീർത്ത്, ഹൃദയപൂർവ്വം കണ്ടു തീർത്ത് എല്ലാം കഴിഞ്ഞ് താഴേക്ക് മസിൽ പിടിച്ച് കേസ് കാലിലെ മസിൽ പിടിച്ച് ഇപ്പം എല്ലാം ഇങ്ങനെ ശരിയിരിക്കുകയാണ്. കിടക്കാൻ പോവുകയാണ് കേസ്. മണി ഒരു മിനിറ്റ് ഇപ്പം സമയം കാണിച്ചു. ഇതാ കേസ് 11:12 ഇത്രയേരം കാലൊക്കെ മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു. അമ്മ തടവിയൊക്കെ തിന്നു എന്നെ കിടക്കാൻ പോകണം കേസ്. അപ്പം രാവിലെ എണീറ്റിട്ട് കാണാം. ഹലോ ഗൈസ്, രാവിലെ എണീറ്റ് ഷേക്ക് കുടിച്ച് ഇറങ്ങി. ഫോണിൽ ചാർജിലായിരുന്നു ഗൈസ്, അതാണ് എടുക്കാത്ത. ഇപ്പോൾ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് തമ്പാനൂർ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. വീട്ടിൽ എത്തി. തമ്പാനൂർ നിൽക്കണം എടുക്കണം. ഉറക്കം നോക്കി പൊണ്ടാരടങ്ങി. ഈ 6:15 എന്തോ എണീറ്റ് ഡ്രൈവ് കിടന്നു. പിന്നെ ബസ്സിൽ കിടന്ന് കുറേ നേരം ഉറങ്ങി. പിന്നെ അവിടെ തമ്പാനൂർ ഇറങ്ങിയപ്പോൾ അടിയാണ് പോയത്. എൻ്റെ തമ്പാനൂർ എത്തിയത് എടുത്തില്ല ഗൈസ്. മിക്കവാറും ഈ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് സങ്കടമൊക്കെ ഉണ്ട്. അവിടെ തന്നെ നിന്ന് മതിയായിരുന്നു. കുഴപ്പമില്ല, ഒന്നല്ലേ പറ്റൂ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു. ഞാനൊരു മോതിരം വാങ്ങിച്ച കേസ്. ഞാൻ അവിടുത്തെ പർച്ചേസ് സാധനങ്ങൾ കാണിച്ചില്ല. അപ്പോൾ ഞാൻ എനിക്കായിട്ട് 2 ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഒന്ന് ഈ മോതിരം കാണിച്ചു തരാം. നൈക്ക് എന്നൊക്കെ എഴുതിയിരിക്കുന്നൊരു മോതിരം. പിന്നെ ഈ ഷൂസ്. എന്താ നില്ല വ്ളോഗ് എടുക്കണം? നിൽക്കേ ചേച്ചി, വ്ളോഗ് എടുക്കണ ചേച്ചി. ഇതാ ഗൈസ്, ഈ ഒരു ഷൂ എടുത്ത് നൈക്കിൻ്റെ എയർ ജോർഡൻ ഒറിജിനലാണ് കേട്ടോ. പക്ഷെ വലിയ വിലയൊന്നും ആയില്ല. നമ്മൾ ബാർഗെയിനി കുറച്ചു. അവിടുത്തെ ഒന്നാണ് കിട്ടിയത്. പക്ഷെ കുറച്ച് ഒറിജിനലാണ് ഗൈസ്. ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് സാധനം കിടന്നു. എന്തിനു പറയും? അയ്യോ, എന്നെന്തോ പറയുമല്ലോ. പ്രൈസ് ടാഗ് നൈക്കിൻ്റെ ജോർഡൻ്റെ പ്രൈസ് ടാഗ് ഇട്ട് അകത്ത് കിടന്നു ഗൈസ്. ഒറിജിനലാണ്. അപ്പോൾ ഇനി വലിച്ചിട്ടൊന്നുമില്ല. ഈ ഉടുപ്പും അടുത്താണ് ചെയ്യുന്നത്. ഇതെൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ വീണ്ടും ഇന്നത്തെ പോലെ ഇനിയും വലിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ ആഴ്ച പറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ ജോസഫ് ബി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ടേക്ക് കെയർ, ബൈ. ദിസ് ഇസ് യുവർ SKNSP വ്ളോഗ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.